അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം സാധ്യമാകാൻ വഴിപാട് നേർന്ന് കാത്തിരുന്നൊരു കർസേവകനുണ്ട് പത്തനംതിട്ടയിൽ. ഉളനാട് സ്വദേശി AK ശശിയാണത്. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് ഉറി വഴിപാട് പ്രശസ്തമായ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് വെണ്ണയിൽ ഉറിയാണ് ഇദ്ദേഹം വഴിപാടായി നേർന്നത്. പ്രാർത്ഥന സാധ്യമായതോടെ ഇദ്ദേഹം ക്ഷേത്രത്തിലെത്തി വഴിപാട് സമർപ്പണവും നടത്തി. ഈ വഴിപാട് സമർപ്പണം ശശിയുടെ വർഷങ്ങളായുള്ള ആത്മസമർപ്പണത്തിന്റെ പൂർത്തീകരണമാണ്. കർസേവകനായ ശശി ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഉറി വഴിപാട് നേരുന്നത് 2020-ലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാമഭക്തരെ ആനന്ദ നിർവൃതിയിലാക്കി അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് നടക്കുന്ന സമയം ശശിയും അന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചത് ഒന്ന് മാത്രം: ക്ഷേത്രത്തിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കപ്പെടണം. ക്ഷേത്രത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയായാൽ ഉളനാട് ശ്രീകൃഷ്ണസ്വാമിക്ക് ഉറി സമർപ്പിക്കും. വർഷങ്ങൾക്കിപ്പുറം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. ബാലകരാമൻ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. പ്രാർത്ഥനാ സാഫല്യത്തിൽ ഉളനാട് ക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പിക്കുകയാണ് ശശി. വെണ്ണയിലുള്ള ഉറി ഉളനാട് ശ്രീകൃഷ്ണസ്വാമിക്ക് ശശി സമർപ്പിച്ചു. തറക്കല്ലിട്ടതിന് ശേഷം അയോധ്യയിൽ രാമക്ഷേത്രം പണി കഴിയുന്നിടം വരെ ഇവിടെ സേവനങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ സേവനങ്ങൾ ചെയ്യുകയും രാമക്ഷേത്രം പൂർത്തിയായപ്പോൾ ഇവിടെ ഉറി വഴിപാട് നടത്തുകയും ഉറി വഴിപാട് കലം അത് ഈ ചേച്ചിയെ കൊണ്ട് അതിൻ്റെ രാമക്ഷേത്രത്തിൻ്റെ പടം വരച്ച് അതിൽ ഉറി വഴിപാട് നടത്തുകയും ചെയ്തു. കർസേവയിൽ പങ്കെടുത്തതിൻ്റെ അനുഭവങ്ങളും ശശിക്ക് പറയാനുണ്ട്. തറക്കല്ലിട്ടതിന് ശേഷം അത് കർസേവയ്ക്ക് പോയിട്ടുണ്ട് 92. അന്ന് തൊട്ടേ ഈ രാമക്ഷേത്രം പണിയാനെ കൊണ്ടുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. വലിയൊരു ആഗ്രഹം സഫലീകരണമായി. ഇനി അയോധ്യയ്ക്ക് പോകണം, പണി കഴിഞ്ഞപ്പോൾ ഇനിയും പോകണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വർഷങ്ങളായി സേവന പ്രവർത്തനങ്ങളുമായി സജീവമാണ് ശശി. ജനം, പത്തനംതിട്ട.